മിഥുൻ, ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഗുജറാത്ത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഗുജറാത്ത് ആയാലും UP ആയാലും BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പലതരത്തിലുള്ള സമാന്തര ഏജൻസികൾ വഴിയാണ് ഈ സംസ്ഥാനങ്ങളിൽ നിയമനം പലപ്പോഴും നടത്തപ്പെടുന്നത്. പക്ഷേ വാർത്തകളൊന്നും അധികം പുറത്തേക്ക് വരുന്നില്ല. ഇവിടെ ഏറ്റവും കൃത്യമായി പരീക്ഷകൾ നടത്തി നിയമനങ്ങൾ നടത്തുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ മറ്റു പല രീതിയിൽ ഞെരുക്കുകയും ചെയ്യുന്നു. എന്താണ് പ്രതികരണം, മിഥുൻ? അപ്പോൾ ഞാൻ ഈ കണക്ക്, താങ്കളിപ്പോൾ സൂചിപ്പിച്ച കണക്ക്, അതിന്റെ സോഴ്സിനെ കുറിച്ച് ഞാൻ അധികം അന്വേഷിച്ച് പോയിട്ടില്ല. പക്ഷേ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ ഒരു കണക്ക് പ്രകാരം സ്റ്റേറ്റ് വൈസ് ഉള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ 18.7% പ്ലേസ്മെന്റ്സ് ആണ് നടക്കുന്നത്. അത് കേരളത്തിനെ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ വെറും 5.7%. ഇത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ ഡാറ്റയാണ്. അപ്പം ഈ ഡാറ്റയുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തോ ഒരു വലിയ കുഴപ്പം എനിക്ക് അവിടെ തോന്നുന്നുണ്ട്. കാരണം ഇത്ര വലിയൊരു വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് എനിക്കറിയില്ല. കാരണം അത് ഡാറ്റയുടെ ഓതന്റിസിറ്റി എത്രയാണ്, ഈ താങ്കളിപ്പോൾ സൂചിപ്പിച്ച കാര്യത്തിൽ എത്ര ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റയാണ് അവിടെ പറയുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ മിനിസ്ട്രിയുടെ കണക്ക് പ്രകാരം ഗുജറാത്ത് ഈ ഒരു വിഷയത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ത്രൂ ഉള്ള നിയമനത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് ഗുജറാത്താണ് ടോപ്പ് ലിസ്റ്റ് ഉള്ളത് എന്നത് മിനിസ്ട്രിയുടെ ഡാറ്റ തന്നെ, മിനിസ്ട്രിയുടെ കണക്ക് പ്രകാരം തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. മിഥുനെ, ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. താങ്കൾ മിനിസ്ട്രിയുടെ കണക്കുകൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം നമ്മുടെ ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഹാഫ് ഇയർലി ന്യൂസ് ലെറ്റർ എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. നമുക്ക് നമ്മുടെ ബോണി കുര്യാക്കോസ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിൽ കൂടി ഞാനൊന്ന് പറയുന്നത്, അവർ ഒരു 6 മാസത്തെ കണക്കുകൾ എല്ലാ വർഷവും 6 മാസം കൂടുമ്പോൾ കണക്കുകൾ പുറത്തേക്ക് വിടാറുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് വരാം, അതും നമ്മുടെ മുൻപിലുണ്ട്.